ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് വെച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഓട്സ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ വേണ്ട, അതിൽ കുറച്ച് താഴെയായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി എഗ്ഗ് എടുത്തിട്ടുണ്ട്. 6 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഹൈ സ്പീഡിലിട്ടിട്ട് 2 മിനിറ്റ് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഹൈ സ്പീഡിലിട്ട് 2 മിനിറ്റ് കൂടി നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി മുട്ടയും പഞ്ചസാരയും അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറാണ്. ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം ഓയിൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ചേർത്തതിന് ശേഷം അധിക സമയം മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്താൽ മതിയാവും. ഇനി കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബട്ടർ തടവിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 3-4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അലുമിനിയത്തിൻ്റെ ഇതുപോലുള്ളൊരു പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് ഐസിങ് ചെയ്യണം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിരുന്നതാണ്. ഹൈ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് വേണം. ഒരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള പാലൊഴിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. ഈ കേക്ക് ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാറ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 3 ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ബേസിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അതിന് മുകളിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം തിക്കായിട്ടല്ല, ചെറിയ ലെയറായിട്ടാണ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം.
ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താലാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടുക. ഈ ക്രീം ഇട്ട് കൊടുക്കാം. ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം ക്രീം ഇട്ട് കൊടുക്കുന്നില്ല, സൈഡിലൊക്കെ വളരെ കുറച്ച് ക്രീം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കല്ല, വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീതെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ, ഒന്ന് ഷേപ്പാക്കിയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഓട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.